ജോൺസൺ മാസ്റ്ററുമായിട്ട് ഏറ്റവും വലിയ ഹൃദയബന്ധം സ്ഥാപിച്ചിരുന്ന സംവിധായകൻ സത്യൻ അന്തിക്കാടാണ്. 65ഓളം പാട്ടാണ് സത്യൻ അന്തിക്കാടിൻ്റെ സിനിമയ്ക്ക് വേണ്ടി ജോൺസൺ മാസ്റ്റർ ചെയ്തത്. 25 സിനിമയ്ക്ക് അദ്ദേഹം സംഗീതം ചെയ്തു. അതൊരു റെക്കോർഡാണ്. 23 സിനിമയ്ക്കും പാട്ടിൻ്റെ അനുബന്ധ കാര്യങ്ങളുമാണെങ്കിൽ 2 സിനിമയ്ക്ക് പശ്ചാത്തല സംഗീതമായിരുന്നു. ആദ്യമായി ജോൺസണും സത്യൻ അന്തിക്കാടും തമ്മിൽ ഒന്നിക്കുന്ന കുടുംബ പുരാണം എന്ന് പറയുന്ന സിനിമയ്ക്കും പിന്നീട് നമ്പർ 1 സ്നേഹതീരം ബാംഗ്ലൂർ നോർത്ത് എന്ന് പറയുന്ന സിനിമയ്ക്കും അദ്ദേഹം പശ്ചാത്തല സംഗീതം ചെയ്തു. 23 സിനിമയിലും അദ്ദേഹം പാട്ടുകൾ ചെയ്തു. അപ്പോൾ കുടുംബ പുരാണത്തിൽ ആണ് തുടക്കം. താലോലം താനേ താരാട്ടും, ആ പാട്ട് മോഹൻ സിത്താരയുടെയാണ് പാട്ട്. മറ്റ് പശ്ചാത്തല സംഗീതമെല്ലാം ജോൺസൺ. നമ്പർ 1 സ്നേഹതീരത്തിലെ പാട്ടുകൾ നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. മിന്നും മിന്ന മിന്നി മിന്നി മിന്നി, പൊന്നും മുത്ത ചിന്നി തിന്നി ചിന്നി എന്നുള്ള പാട്ട്. അതുപോലെ പൊന്നമ്പിളി പൊന്നമ്പിളി പൊട്ടും തൊട്ട് എന്നുള്ള പാട്ട്, മേലേ മേലേ വാനം എന്നുള്ള പാട്ട്. ഇതെല്ലാം ചെയ്തത് ജെറി അമൽദേവാണ്. എൻ്റെ പശ്ചാത്തല സംഗീതം ജോൺസൺ. 1988 സത്യൻ അന്തിക്കാടിൻ്റെ സിനിമയിൽ അദ്ദേഹം പാട്ടുകൾ ചെയ്യുന്നത്. പൊന്മുട്ടയിടുന്ന താറാവ് എന്ന് പറയുന്ന സിനിമയിലെ മനോഹരമായ പാട്ട് ഏതാണ്? കുന്നിമണി ചെപ്പു തുറന്നെണ്ണി നോക്കുന്നേരം പിന്നിൽ വന്നു കണ്ണു പൊത്തുന്നു തോഴനെങ്ങു പോയി. അതിന് 1988 ഫിലിം ക്രിട്ടിക്സ് അവാർഡ് ജോൺസണ് കിട്ടുന്നു. അതിൽ മറ്റൊരു പ്രധാനപ്പെട്ട പാട്ടുണ്ട്. തീയിലുരുക്കി തൃത്തകീടാക്കി, ഒരു ദിന്തിന്ന ദിന്തിന്ന തീയിലുരുക്കി തൃത്തകീടാക്കി ചേലത്തൊരു മാല തീർക്കാൻ ഏത് പൊന്നൻ്റെ തട്ടാരേ എന്നുള്ള പാട്ടുണ്ട്. അപ്പോൾ ആ പാട്ട് വരുന്നു. അതിൽ ഈ കുന്നിമണിച്ചെപ്പ് എന്ന് പറയുന്നത് അതിനൊരു കഥയുണ്ട്, ഒരു ചെറിയ കഥ. ശാരി അവതരിപ്പിക്കുന്ന കഥാപാത്രം ഒരു നൃത്ത അധ്യാപികയാണ്. നിങ്ങൾ ആ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം. ആ ശാരി പാടുന്നതായിട്ടാണ് ആ സിനിമയിൽ കാണിക്കുന്നത്. പാട്ട് ആദ്യം എഴുതി ONV സാറാണ് പാട്ട് എഴുതി. പക്ഷേ ആ പാട്ട് സംവിധായകൻ ഉദ്ദേശിച്ച പോലെ, മനസ്സിലുദ്ദേശിച്ച പോലെ വന്നില്ല. അപ്പോൾ പറയാൻ ഒരു മടി. ONV സാറിനോട് അങ്ങനെ പറയും, പാട്ട് മാറ്റി എഴുതണമെന്ന് പറയാൻ പറ്റില്ല. പാടുന്ന കുട്ടിയുടെ ജീവിതം കൂടി അതിൽ പ്രതിഫലിക്കണം എന്ന് സംവിധായകനൊരാഗ്രഹം. അങ്ങനെ ആഗ്രഹിച്ചു. അവസാനം രണ്ടും കൽപ്പിച്ച് ONV വിളിക്കുകയാണ്. ജോൺസണോട് പറഞ്ഞു, ഞാനിപ്പോൾ ഒരു ചതി ചെയ്യും. എന്താണ് ചെയ്യാൻ പോകുന്നത്? ONV സാർ ഫോൺ എടുത്തപ്പോൾ പറഞ്ഞു, സാറേ അത് ഇങ്ങനെ സത്യനാണ്, ഒരു പ്രശ്നമുണ്ട്. എന്താണ്? ജോൺസൺ എത്ര ശ്രമിച്ചിട്ടും അതിനൊരു നല്ല ട്യൂണ് കിട്ടുന്നില്ല. ആര്? ജോൺസൺ. എത്ര ശ്രമിച്ചിട്ടും നല്ലൊരു ട്യൂൺ, അതിന് പറ്റിയൊരു ട്യൂൺ വരുന്നില്ല. അപ്പം സാറേ അത് ഈ എന്താണ്, പൊന്നരിവാളമ്പിളിയിൽ കണ്ണെറിയുന്നോളെ, അങ്ങനെ ഒരു രീതിയിൽ ONV സാറിന് മനസ്സിലായി. കാര്യത്തിൻ്റെ കിടപ്പൊക്കെ പുള്ളിക്ക് മനസ്സിലായി. പുള്ളി പറഞ്ഞു, എപ്പോഴാണ് നിങ്ങൾ ചെന്നൈക്ക് പോകുന്നത് റെക്കോർഡിങ്ങിന്? നാളെ 9 മണിയുടെ ഫ്ലൈറ്റിന്. ശരി, ഞാൻ 8:30 പാട്ട് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ സമയമെടുത്തു. അല്ലെങ്കിൽ സാറ് വേണേൽ കുറച്ച് കൂടുതൽ സമയം എടുത്തു. വേണ്ട, നാളെ രാവിലെ 8:30 പാട്ട് തരാമെന്ന്. പിറ്റേന്ന് കാലത്ത് 8:30 ONV സാറ് ഹോട്ടൽ മുറിയിൽ കൊടുക്കുന്ന പാട്ടാണ് കുന്നിമണി ചെപ്പു തുറന്നെണ്ണി. അതുപോലെ തന്നെ എന്ത് രസമാണ് ആ പാട്ട്, അതിമനോഹരമായ പാട്ട്. അങ്ങനെ ഒരു കഥ കൂടി ഈ കുന്നിമണിച്ചെപ്പിനുണ്ട്.